നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശ്രീകല ഒരു ജോത്സ്യരെ പോയി കണ്ടെന്നു. ഇന്നൊരു നല്ല മുഹൂർത്തം ഉണ്ടത്രേ. അല്ല, അവരെന്തിനുള്ള മുഹൂർത്തം നോക്കിയത്? അശ്വിന്റെയും ഋതികയുടെയും വിവാഹ ദിവസം തീരുമാനിക്കുന്ന പത്രിക ഇന്ന് എഴുതാമെന്നാ അവര് പറയുന്നേ. പത്രിക കുറിച്ച് അടുത്ത നല്ല ദിവസം തന്നെ വിവാഹം നടത്താമെന്ന്. ഇതൊക്കെ ഇങ്ങനെ സമയത്ത് വിളിച്ചു പറഞ്ഞാ എങ്ങനെയാ? 1-2 ദിവസം മുമ്പെങ്കിലും അറിയിച്ചാലല്ലേ നമുക്ക് ചടങ്ങിലുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ പറ്റൂ. ഇതെന്തൊരു മര്യാദയാ? എല്ലാവരുടെ ഇഷ്ടത്തിന് വിടുന്നത് ശരിയാണോ? എന്നായാലും നടക്കാനുള്ള കാര്യങ്ങളല്ലേ ഇതൊക്കെ. വലിയ ഒരുക്കങ്ങളൊന്നും ഇല്ലാതെ ലളിതമായി ചടങ്ങ് നടത്താമെന്നാ അവര് പറയുന്നത്. എന്തോ എനിക്കതിനോട് യോജിപ്പില്ല. അശ്വിൻ അന്നേ പറഞ്ഞതാ അശ്വിന് വലിയ ഈശ്വര വിശ്വാസമൊന്നും ഇല്ലാന്ന്. ഏത് ജോത്സ്യനെയാ ശ്രീകല കണ്ടേന്ന് ആർക്കറിയാം? എന്തിനാ അവരിങ്ങനെ ധൃതി പിടിക്കുന്നത്? ഇനി ചെക്കനെങ്ങാനോ അമേരിക്കയില് വല്ല പ്രണയമോ മറ്റ് പ്രശ്നങ്ങളോ വല്ലതും ഉണ്ടായി കാണോ? അല്ല, അവരുടെ ധൃതി കണ്ടിട്ട് എനിക്ക് അങ്ങനെയാ തോന്നുന്നേ. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ശ്രീകലയും പരമേശ്വരനും ഋതികയെ പെണ്ണ് ചോദിച്ചു ഒരിക്കലും വരില്ലായിരുന്നു. അവരുടെ ഏക മകൻ അശ്വിൻ. അശ്വിന്റെ ആഗ്രഹങ്ങൾക്കൊന്നും അവർ എതിര് നിൽക്കാറില്ല. എന്നോടൊരിക്കലും അവര് വിശ്വാസവഞ്ചന കാണിക്കില്ല, അതെനിക്ക് ഉറപ്പാ. ചേച്ചി വെറുതെ ആവശ്യമില്ലാതെ കടന്നു ചിന്തിക്കണ്ട. വർമ്മ സാറേ, അവരീ ധൃതി വെക്കുന്നത് ഋതിക മേഡത്തെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. അവരുടെ ഈ തീരുമാനത്തിന് നമ്മളായിട്ട് ഒന്നിനൊരു തടസ്സം പറയാതിരിക്കുന്നതല്ലേ അതിന്റെ ഒരു മര്യാദ. അതെ പ്രതാപേട്ട, എക്സാം കഴിഞ്ഞു. ഋതുമോള് ജയിക്കുന്നു ഉറപ്പാ. ഇനി എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നേ? എത്രയും വേഗം നമുക്ക് ഈ വിവാഹം നടത്താം. എന്തിനാ നിങ്ങളെല്ലാവരും ഋതുമോളെ വേഗം ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാൻ ധൃതി കൂട്ടുന്നേ? പ്രതാപ, എന്റെ കൈ കിടന്ന് വളർന്ന കുട്ടിയാ ഋതുമോള്. അവളുടെ വിവാഹം സമയമെടുത്ത് ആഘോഷപൂർവ്വം എനിക്ക് നടത്തണം. നീ പരമേശ്വരനെ വിളിച്ച് മറ്റൊരു ദിവസം പത്രിക കുറിക്കാമെന്ന് പറയ്. ഇങ്ങനെ എല്ലാവരും വാശി പിടിക്കുന്നത് എനിക്കിഷ്ടാവുന്നില്ല. അല്ല, ധൃതി പിടിച്ച് റിംഗ് എക്സ്ചേഞ്ച് നടത്താൻ തീരുമാനിച്ചിട്ട് എന്തായി? നടന്നോ? അത് മുടങ്ങിയത് ചേച്ചിക്കാരനല്ലേ? ചേച്ചി, ഈ തർക്കം നമുക്ക് ഇവിടെ വെച്ച് നടത്താം. പരമേശ്വരൻ എന്നെ വിളിച്ച് ഒരു തീരുമാനം അറിയിച്ചു. ഞാനത് ശരിവെച്ചു. എനിക്കിനി അത് മാറ്റി പറയാൻ പറ്റില്ല. പത്രിക കുറിച്ച് തീയതി ഉറപ്പിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.